കേരളത്തിലെ നമ്മളെല്ലാവരും കാണുന്ന ശ്രദ്ധേയമായ പല സ്വകാര്യ ആശുപത്രികളും ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കോർപ്പറേറ്റുകൾ കൈയടക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഷെയറുകൾ വാങ്ങിയിട്ട് 60-70% ഷെയർ അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചികിത്സകളും വലിയ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നാളെ ഒരു ആശുപത്രിയുടെ കേസായിട്ട് വിളിച്ചു ചോദിച്ചാൽ ഇത് ഭയങ്കര ചാർജാണല്ലോ. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് അത് MLA നിങ്ങളത് ഇന്ത്യൻ കറൻസിയിൽ നോക്കുമ്പോഴാണ് വില കൂടുതൽ, ഞങ്ങൾ ഡോളറുമായി താരതമ്യം ചെയ്താണ് ഇവിടെ ചാർജ് നിശ്ചയിക്കുന്നത്. നമ്മ കുടുങ്ങി. അപ്പോൾ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുതൽ മുടക്ക് നടത്തുന്നത് കോർപ്പറേറ്റുകളാണ്, വിദേശ കോർപ്പറേറ്റുകൾ അടക്കമാണ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവർ ഡോളർ കണക്കാക്കിയാണ് ചികിത്സയുടെ തുക നിശ്ചയിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഭയങ്കര മത്സരങ്ങളാണ് ഈ മേഖലയിലൊക്കെ. ഇപ്പോൾ ഞങ്ങളതിൽ ഇതൊക്കെ വന്നിട്ട് പലപ്പോഴും പൊതുപ്രവർത്തകർ പറയും അവിടെ 2 വാൽവുകൾ പ്രയാസമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്, അപ്പം ഞങ്ങളൊക്കെ കൂടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ MLA ഒന്ന് സംസാരിക്കണം, ഒരു ക്ലിപ്പ് വേണം എന്ന് പറയും. അപ്പോൾ നമ്മൾ സതുദ്ദേശപരമായി ആയിക്കോട്ടെ, ഒരാളുടെ ജീവൻ രക്ഷിക്കാനില്ല. എത്ര ഈ തുകയൊന്നും പറയുന്നതിന് ഒരു കണക്കൂല. ശ്രീധരൻ ചോദിക്കണ മാതിരിയാണ്, ഒരു കണക്കൂല. ഇത്ര ലക്ഷം റുപ്യ എന്ന് പറയുന്നത് ഈ പാവങ്ങൾ ഇതായിട്ട് വരികയാണ്. എന്നിട്ട് കാരണം ഇപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ സ്വർണ്ണ വില എല്ലായിടത്തും ഒരുപോലെ ആവും. നമ്മുടെ മാർക്കറ്റ് റേറ്റ് ഇപ്പൊ തേങ്ങ, എണ്ണ, അരി ഇതിനൊക്കെ ഒരു റേറ്റ് ഉണ്ടാവും, റബ്ബർ, കുരുമുളക്. പക്ഷെ ഇന്നത്തെ റേറ്റ് ബൈപ്പാസ് ഓപ്പറേഷൻ അങ്ങനൊന്നും ഉണ്ടാ. എല്ലാ ആശുപത്രിയിലും ഒരേ റേറ്റാണ്. ബൈപ്പാസ് ഓപ്പറേഷന്, സർജറിക്ക്. അങ്ങനെ ഒരു ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് ആശുപത്രിക്കാർ പോയി. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ. ആ ബില്ല് എന്തിനാണ്? എല്ലായിടത്തും ഒരു റേറ്റ് വേണം. എന്നാൽ എല്ലാ ആശുപത്രിയിലും ഓരോ റേറ്റാണ്. ആരും ഇത് അന്വേഷിക്കാറുണ്ടോ? ഒന്നുമില്ല. കാരണം നമ്മൾ ഇരകളാണല്ലോ. നമുക്കപ്പോൾ അവരെത്ര പറയുന്നത് കൊടുക്കുകയാണ്.